അരം പാരല്ലേ പാരല്ലേ പാരല്ലോ കൂട്ടുകാരിപ്പം മിണ്ടല്ലോ. കൂട്ടുകാരി കണ്ടു കഴിഞ്ഞിട്ടല്ലേ. പറ്റില്ലല്ലോ. ഹലോ കൂട്ടുകാരെ, ഞാനിവിടെ ഉണ്ട്. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഒരു ദിവസം പൊന്നുവിന്റെ ഒരു ദിവസത്തെ പ്രസവ ശുശ്രൂഷ എന്തൊക്കെ ഞങ്ങളെ ചെറിയ രീതിയിലുള്ള പ്രസവ ശുശ്രൂഷ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന എന്റെ പ്രസവ ശുശ്രൂഷകൻ എനിക്ക് എന്തൊക്കെയാണ് ചെയ്തു തരുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇവിടെ ശുശ്രൂഷകനെ ഇവളെന്റെ ശുശ്രൂഷകയാണ്. അതെ, നിനക്ക് എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തു തരുന്നില്ലല്ലോ. നീ ശുശ്രൂഷകയല്ലേ, ശുശ്രൂഷകനല്ലല്ലോ. ഞാൻ ശുശ്രൂഷകൻ. നിനക്കല്ലേ ചെയ്യണ്ട, ഞാൻ ചെയ്യണ്ടേ? എന്താന്ന് കാണാട്ടോ. 2 മണിക്ക് എണീച്ചത് രാവിലെ. ഇപ്പൊ ഏകദേശം സമയം 3 മണി ആയിട്ടുണ്ട്. എന്താ പറയുന്നേ? എന്റെ ഒരു ദിവസത്തെ രാവിലെ തുടങ്ങുകയാണ്. അത് തുടങ്ങുന്ന ബ്രെഡും ബട്ടറും വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, നമ്മൾ മാത്രം എണീച്ചിങ്ങനെ ഇരിക്കുകയാണ്. മൊത്തം നിശബ്ദതയാണ്. എന്തേലും നടക്കൂ. അപ്പൊ ഇപ്പൊ രാവിലെ സമയം 10 മണി കേട്ടോ. പൊന്നു നാട് ഉറക്കണിച്ചിരിക്കുന്ന ഇരിപ്പാട്ടോ. നീ എന്തെങ്കിലാക്കുന്നേ? എന്നാ പറ്റിയേ? പൊന്നു പോയി ഉറക്കണിച്ചോണ്ടല്ലോ, ഇങ്ങനെ കിളി പോയ അവസ്ഥയാ. ഇങ്ങനെ കുറെ നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കും, കുന്തം വിഴുങ്ങിയ പോലെ. അപ്പൊ രാവിലെ നമുക്ക് കഴിക്കാനുള്ളത് എന്താണ്? രാവിലെ അപ്പം എണീച്ചിട്ട് പിന്നെ ഉറങ്ങിയത് കുറെ കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് 10 മണിക്ക് എണീച്ചിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ വേണമെങ്കിൽ കേട്ടോ. ഇതാണ് ഞങ്ങൾ കഴിക്കുന്നത് കൊക്കോ പോപ്സ്. ഒരു സീരിയൽ ടൈപ്പ് സാധനമാണ്. ഇതിനകത്ത് പാലും ഇട്ട് പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത് രാവിലെ. അയൺ ലെവലൊക്കെ കൂടാൻ, അയൺ ലെവലൊക്കെ കൂടാൻ നല്ലതാണ്. ഭയങ്കര ഹെൽത്തി ഫുഡാണ്. നോക്കുന്നേ, ഞാൻ നോക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നെങ്കിൽ ചോക്കോ ചിപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ആയിരിക്കും, പിറ്റ്സ് ആയിരിക്കും, ഉപ്പുമാവ്, ദോശ ഉണ്ടാക്കി തരും, നെയ് റോസ്റ്റ് ഉണ്ടാക്കി തരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും രാവിലെ കഴിക്കാന്. ഇതൊന്നും നടക്കുന്ന പരിപാടി ഒന്നല്ല കേട്ടോ. പക്ഷേ ഞങ്ങള് ഇവിടെ കുളിക്കാറൊന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാ? നടക്കാറുള്ള പരിപാടി, ഒന്നും നടക്കാറുള്ള പരിപാടി അല്ലല്ലോ. എന്നും കുളിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ആഴ്ച ഒരു ദിവസം. അങ്ങനൊന്നല്ല കേട്ടോ. അങ്ങനെയാ? 2 ആഴ്ച കൂടുമ്പോ ഒരു ദിവസം. രണ്ടാഴ്ചയാണ് ഒരാഴ്ചയേക്കാൾ വലുത്. എന്നാ 2 ദിവസം അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടില് ഇതാക്കിയ വെളിച്ചെണ്ണ കേട്ടോ. തരം പാരല്ലേ പാരല്ലേ പാരല്ലോ പാരല്ലോ ഇങ്ങനെ പാരല്ലേന്ന് ഒരിക്കലേ നോക്കട്ടെ. ഇച്ചപ്പോ മസാജിങ് ആണ്. ഒരിക്കല്ലേ നിന്റെ കയ്യിലാക്കിട്ട് ഇങ്ങനെ ആക്കി തന്നാൽ മതി. വെളിച്ചെണ്ണന്റെ പാത്രത്തിൽ പെട്ടെന്ന് മുടി പിടിക്കും. മുടി തേക്കുന്നുണ്ട്. അയ്യോ, എന്താ മഴയോ? അയ്യോ, ഞാനിങ്ങനെ നിൽക്കാം. ബസ് സ്റ്റോപ്പിച്ചനെ കാണില്ല. എന്റെ പ്രസവ ശുശ്രൂഷ ട്രീറ്റ്മെന്റ് ഇവനാണ് ചെയ്യുന്നത്. ഇച്ചന്റെ വിരള് തോണി പോലെ പറഞ്ഞ എല്ലായിടത്തും കൂടെ എത്തുന്നു ഒറ്റ കൈ. എന്റെ തോണി പോലെയോ? എന്ത് നീളാ? നീള അവിടെ നല്ലതാണോ പറയുന്നത്? അവിടെ മുടിയെല്ലാം പോയി ഞാൻ അങ്ങനെ മുട്ടച്ചി ആയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നു. ഞാൻ ഇച്ചയും കൂടി മുട്ട അടിക്കാൻ പോവാട്ടോ. മുട്ട അടിക്കണ്ടേ? ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം മുട്ട അടിക്കുന്ന പ്ലാൻ കേട്ടോ. ചിലപ്പോ ഞങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും. ഇന്നും തലയിൽ എണ്ണ വെച്ച് കുളിക്കാറൊന്നുമില്ല. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുളിക്കാൻ ഒരു സൗകര്യക്കുറവുണ്ട് എനിക്ക്. ഇവിടെ ബാത്തബ് ആണുള്ള ബാത്തബ് ആയതുകൊണ്ട് അതിനകത്ത് കേറി കാലൊക്കെ വെച്ച് ഇത്ര ഹൈറ്റ് ഉണ്ട്. അതിനകത്ത് കാലൊക്കെ പൊക്കി വെച്ച് കേറലൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ കുഞ്ഞിനിപ്പോ. അപ്പൊ സ്റ്റിച്ച് ഇതാ വരിന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ ആയത് കാരണം ഞാനെന്നും കുളിക്കാറില്ല കേട്ടോ. എന്നും കുളിക്കാറില്ല, വല്ലപ്പോഴും കുളിക്കാറുള്ളൂ. അതാ നേരത്തെ പറഞ്ഞേ. പക്ഷേ ഞാൻ വാഷ് ചെയ്യാറുണ്ട്. എന്നും വാഷ് ചെയ്യും, പക്ഷെ എന്നും കുളിക്കാറില്ല. നീ എന്തും മിണ്ടാത്തെ? ഞാൻ നീ കൂട്ടുകാരോടല്ലേ പറയുന്നേ? ഞാൻ
ഞാന് നിന്നോടും കൂടെ നമ്മുടെ അപ്പൊ കൂട്ടുകാരിപ്പം മിണ്ടില്ലല്ലോ, കൂട്ടുകാരിത് കണ്ടു കഴിഞ്ഞിട്ടല്ലേ പറ്റില്ലല്ലോ, കൂട്ടുകാർ കാണാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ കൂട്ടുകാര് ഇത് കണ്ടു കഴിയുമ്പല്ലേ മിണ്ടുവാ. ഇപ്പൊ നാട്ടിലെ പോലെ നമ്മുടെ ഈ നിലത്ത് വെള്ളം പോകാനുള്ള സെറ്റപ്പ് ഇല്ല ഇവിടെ. ഇവിടെ ഉള്ളവര് കുളി നനയൊക്കെ കുറവാ. എണ്ണക്കുട്ടി പൊന്നുകുട്ടി മുട്ടക്കുട്ടി. മുട്ടയൊന്നും ആയിട്ടില്ല, മുട്ട ആവട്ടെ. ഇങ്ങനെ ഇളക്കരുത്, ഞാൻ തല പറിച്ചെടുക്കും. നീ അതല്ലോ എല്ലാരും പേടിക്ക്. എടി തല ഈ പ്രസവം കഴിഞ്ഞാല് തല അങ്ങനെ ഇളക്കാനൊന്നും പാടില്ലെന്ന് തോന്നുന്നു. ആരാ പറഞ്ഞേ? അങ്ങനെ എന്തോ ഇല്ലേ? എനിക്ക് ഇളക്കാടാ. റമോ റമോ അന്യൻ കണ്ട ഇപ്പൊ പൊന്നു അന്യനെ പോലെ ആയില്ലേ? അന്യൻ പൊന്നു കള്ളിയങ്കാട്ട് നീരി ആള് കൊള്ളാലോ. കിട്ടിയ ഗ്യാപ്പില് ഗോളടിച്ച് കത്തനാരെ ഒരുപാട് ഇളക്കണ്ട, ഇങ്ങനെ ഇളക്കരുത് എന്ന് പറഞ്ഞേ. മുടിയെല്ലാം ചെട കുടുങ്ങി മുറിച്ച് കളയേണ്ടി വരും ഇപ്പൊ തന്നെ. മുടി ചട കൊടുക്കും ഇങ്ങനെയാക്കിയത്. പിന്നെയോ നല്ല ഇഷ്ടത്തോടെ ചെയ്യടാ. അങ്ങനെ ചെയ്യ. കഴിഞ്ഞ ദിവസമൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇച്ചിരി പെയിൻ കുറവുള്ള ദിവസം ഞാൻ വേഗം കുഞ്ഞു ബേബിനെ ഉറക്കി കിടത്തിയിട്ട് കുളിക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കുഞ്ഞു ബേബി എണീക്കും. എന്നിട്ട് പിന്നെ കരച്ചിലാവും. എന്നിട്ട് ടീച്ചർ എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് ഇവൻ എന്നെ കൂട്ടാണ്ട് പോയി കുളിക്കും. ഞാനായിരിക്കും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവുക, പക്ഷെ ഇവൻ പോയി കുളിക്കും. എന്താടാ ഇങ്ങനൊക്കെ ചെയ്യാവോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കുളിക്കാത്ത കാരണം ഇവൻ എനിക്ക് കമ്പനി. ഇവന് എന്തൊരു കുഴപ്പം, എനിക്ക് ബാത്തബിൽ കയറാൻ പറ്റാത്തതിന്റെ പ്രശ്നം. ഇച്ചയാണെങ്കിൽ എനിക്ക് സങ്കടാവില്ലെന്നും പറഞ്ഞിട്ട് കുളിക്കാണ്ട് എന്റെ കൂടെ കൂട്ടു നിൽക്കുന്നത്. അതൊരു സങ്കടമല്ലേ ശരിക്കും? ഇവള് കുളിക്കാണ്ടിരിക്കുമ്പോ ഞാൻ കുളിച്ചാണ്ടല്ലോ ഭയങ്കര സങ്കടാ. നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് അല്ലേ അടിപൊളി. പിന്നെ നാട്ടിലല്ലേ സൂപ്പർ. ഇവന്മാരെന്ത് ഇവിടെ ഒരുമാതിരി ചുമ്മാ കുളിക്കോ ഇല്ല, അപ്പിട്ട തൂത്തൊന്നും നടക്കും. ഇവിടെ അങ്ങനെയാട്ടോ, വെള്ളമാർക്ക് അലർജിയാന്ന് തോന്നുന്നു. പക്ഷെ എല്ലാരും എടുത്ത് കുട്ടപ്പനായി നടക്കുന്നുണ്ട്. നല്ല സ്പ്രേയും മേക്കപ്പൊക്കെ കണ്ട എന്റെ പൊന്നോ. തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കൊല്ലങ്ങളായിരുന്നു തോന്നുന്നു. അതെല്ലാരും അങ്ങനെയല്ലടി, ചില ആൾക്കാരൊക്കെ അങ്ങനെ. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പൊ നിന്നെ പോലെയുള്ള ആൾക്കാരല്ലേ കുളിക്കാത്ത. എന്താടാ കുളിക്കാത്ത? നീ എല്ലാം ഒരാഴ്ചയല്ലേ കുളിച്ചിട്ട്? എടാ കുളിച്ചിട്ട് അങ്ങനെ പറയല്ലേ. എണ്ണയൊക്കെ തേച്ച് ഇനി ഒന്ന് പോയി കുളിക്കും. വെറും തേങ്ങാ വെളിച്ചെണ്ണയാണ് തല തേക്കുന്നത്. തേങ്ങാ വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലെ തനി വെളിച്ചെണ്ണയാണ് തല തേച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ നേരെ. നമ്മളത് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യും, എന്നിട്ടാണ് പോയി കുളിക്കുന്നത്. അപ്പം കറക്റ്റ് അറിയാലോ നമുക്ക് കുഞ്ഞ് അനങ്ങുന്നുണ്ടോ ഇല്ലെന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. പോട്ടെ കണ്ടോ, ഇതാണ് ബാത്റൂം. ഇവിടുത്തെ ഇത് ബാത്ടബാണിത്. ബാത്ടബിൽ കണ്ടോ ഈ ഹൈറ്റ്, ഇത്രയും ഹൈറ്റ് കാല് കയറ്റി വെക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കേറിട്ട് വേണം കുളിക്കാൻ. ഒരു പിടിയില്ല, നമുക്ക് പിടിച്ചൊന്ന് കേറാന് പിടിയില്ല. അപ്പൊ കുഞ്ഞു ബേബി നല്ല ഉറക്കാണ്. അച്ചോടാ ആകാശത്തേക്ക് നമുക്ക് കിടക്കുവാണ് കേട്ടോ. കണ്ടോ ആകാശം. ഇത്ര ഉണ്ടല്ലേ മടക്കാന്? ഓക്കെ അത്രയുണ്ട് കേട്ടോ. അത് കുഞ്ഞിന്റെ, ഇത് നമ്മുടെ. ഞാൻ മടക്കൂല, ഇച്ച മടക്കും. നമുക്ക് ഒരുമിച്ച് മടക്കാട്ടോ. മടക്കാടി. പോട്ടെ. അപ്പൊ പിന്നെ കാലുവേദന വന്നു. അപ്പൊ നമ്മൾ സോക്സ് ഒക്കെ പിന്നെ എടുത്തിട്ടു. ഇവിടെ തണുപ്പ് പിന്നെയും കൂടുതലാട്ടോ. ഞാൻ നിനക്ക് എളുപ്പമായിക്കോട്ടെ. സോക്സ് അല്ല, ഇത് സ്റ്റോക്കിങ്സ് എന്നാ പറയുന്നത് ഈ സാധനത്തിന്. അപ്പൊ അങ്ങനെ കുളി കഴിഞ്ഞോട്ടോ. ഞങ്ങളുടെ ചോറും മീൻകറി. മീൻകറി കേട്ടോ.
കുഞ്ഞുണ്ടാകുന്ന മുടി മാറ്റി വെക്ക് കുഞ്ഞിന് മുഖത്ത്. ഇല്ല മുഖത്തൊന്നും. അയ്യോ അതിന് മാത്രം എന്തെങ്കിലുമൊന്നും ഇല്ല. ഇത്തിരി കുത്തുകാരുണ്ട്. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞു ബേബി എണീച്ചു. ഇനിയിപ്പോ സോക്സ് ഇട്ടിട്ട് കിടക്കാം. കാലിൽ സോക്സ് ഇട്ട് ഇനി പൊന്നു റെസ്റ്റിലായിരിക്കും. അതിന് പിന്നെ കാലിൽ കുറച്ച് ക്രീമൊക്കെ തേച്ച് വണ്ടി പോട്ടെ. ബേബിനെ എല്ലാവരും അന്വേഷിക്കുന്നു. ഒരുങ്ങാ നമുക്ക് അമ്മനെ കാണാഞ്ഞിട്ടാണ് എണീറ്റ് പോന്നെ. അപ്പൊ ഇനി കാലിൽ സോക്സ് ഇടും. അതെന്താ ചെയ്യുന്ന അപ്പ നോക്ക്. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഉണ്ട്. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് സുഖാണ്. അപ്പൊ ഈ കാലിൽ സ്റ്റോക്കിങ്സ് ഇടുവാണേ. നല്ല ടൈറ്റ് ആണ് കേട്ടോ. പിന്നെ തണുപ്പായി ഇവിടെ. അതാണ് എനിക്ക് കാലുവേദന കൊടുക്കുന്നത്. വലിച്ചു വലിച്ച് ഇവിടെ വരെ എത്തി. ഇനി പാൻറിടേണ്ട ആവശ്യമില്ല. സെറ്റ്. ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം ചീരത്തോരനാട്ടോ ഉണ്ടാക്കാൻ പോകുന്നേ. പൊന്നിന് കണ്ടോ ഇവിടുത്തെ ചീര എങ്ങനെയാട്ടോ. ഇത് ബേബി സ്പിനാച്ച് ആണ് ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൊന്നുവിന് കുറച്ച് രസവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രസവും റെഡി, തോരനും റെഡി. അങ്ങനെ രസം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊന്നുവിന് രസം കൊടുക്കാം. ഇന്നത്തെ രസം കയ്യില് മേടിച്ചപ്പോ തിരിച്ചെടുത്തോണ്ട് വന്നു. വായ നിറയെ വെള്ളം വന്നു. ഇവന്റെ രസത്തില് അഡിക്റ്റ് ആയിപ്പോയി ഞാൻ. ഓ ഒരു രക്ഷയില്ല. എനിക്ക് മമ്മീന്റെ കൈപ്പുണ്യാണ്. എന്റെ പൊന്നിച്ചേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ രസവും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചോറിനോ ചായ വേണോ? ചായ കുടിച്ചിട്ട് ചോറിനല്ലേ? ചായ കുടിച്ചിട്ട് ചോറിനോ? അപ്പൊ വൈകുന്നേരമായി പൊന്നുവിന് ചായ കൊടുക്കാനുള്ള സമയമായി. ഇനിയിപ്പം പൊന്നുവിന് ചായക്ക് കടി താണ്ടെ ഡോണറ്റ്സ്. ആപ്പിള്. ഇതിലുള്ള ആപ്പിളാട്ടോ. ഇത് പൊന്നുവിന് ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തെ പോലത്തെ മറ്റേ സാധനമല്ല. മറ്റേ സാധനം നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇത് കൊള്ളാം. എന്നത്തെ പോലെ സ്ഥിരം ഒരു കപ്പ് കാപ്പിയുണ്ട്. ഒരു കപ്പ്. പശുവിനൊക്കെ നമ്മൾ കാടിവെള്ളം കൊടുക്കൂല്ലേ, അതുപോലെ ബക്കറ്റിൽ കാടിവെള്ളം കൊടുക്കുന്ന പോലെ പൊന്നിന് ഒരു കപ്പ് നിറച്ചും കാപ്പി വേണം കേട്ടോ. പ്രസവിച്ചവർക്ക് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയരുതടാ. അങ്ങനെയുണ്ട്. ഒരു കപ്പൊന്നുമില്ല കേട്ടോ. കണ്ട ഇത്തിനുള്ളൂ. വലിയ കപ്പ് എടുത്തിട്ട് അവൻ ഇത്തിരി കൊണ്ട് കാപ്പി തരും. അതില് പകുതി മുക്കാൽ ഇവൻ തന്നെ കുടിക്കും. എന്താ അങ്ങനെ പറഞ്ഞേ? നീ കുടിക്കില്ല? ഞാൻ കുടിക്കും. പിന്നെന്താ? Cheers. Cheers. അപ്പതാ നമ്മുടെ ഡിന്നറാണേ. രസവും മീൻകറിയും ചീരത്തോരനും. ഇത് ഞങ്ങൾ രണ്ടുപേർക്കും കൂടെയുള്ള ഫുഡാണ്. ഞാൻ തന്നെ തിന്നുന്നെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പൊന്നുവിനെ വാരി കൊടുത്ത് പൊന്നുവിനെ ഉറക്കി. കുഞ്ഞാവ് ഉറങ്ങി. കുഞ്ഞിനെ ഉറക്കി ഞാനും ഉറങ്ങും. ഇങ്ങനെയൊക്കെ പറയും. ആരാദ്യം ഉറങ്ങുന്നതെന്ന് കാണാൻ. ഇവൻ ഇപ്പൊ കിടന്ന പാടുണ്ടല്ലോ. ഞങ്ങള് വീഡിയോ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലേ എന്താ വീഡിയോ എങ്ങനെയുണ്ടെന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടു നോക്കും. കാണാന്ന് പറഞ്ഞിട്ട് ഫോൺ ഓണാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അത് തുടങ്ങി ഒരു 2 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല. ഞാൻ നമുക്കൊന്ന് പടക്കോന്ന് പറഞ്ഞ് മൂക്കിട്ടൊക്കെ വന്ന് ഫോണ് വീഴുന്നത്. മൂക്കൊക്കെ ഇപ്പൊ ചളങ്ങിപ്പോയി തോന്നുന്നു. ഫോണൊക്കെ ഒന്ന് വീണ് ഇങ്ങനെ നോക്കിയാ കിടക്കുന്നത്. ഫോണൊന്ന് മുഖത്ത് വീഴും. അപ്പത്തേക്ക് ഉറങ്ങി പോവാണ്. ഒരു ക്ഷീണം കാരണം രാത്രി കഷ്ടപ്പാടല്ലേ.
ഉപ്പുണ്ടോ? കൂടുതലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും ഉണ്ടാവില്ല. ഇന്നില്ലായിരുന്നു. ചില ദിവസം ഞങ്ങൾ ജ്യൂസോ ഷേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കും. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം തിരക്കായിരിക്കും. നാളെ കുഞ്ഞു ബേബിനെ BCG വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. അത് ഓർത്തിട്ടുള്ള ടെൻഷനാണ് എനിക്ക് ഇന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടായിരിക്കും ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. ഓക്കേ, ഞാൻ സന്തോഷത്തോടെ പറ, കൂട്ടുകാർക്ക് സങ്കടാവില്ലേ? ഓക്കേ ഓക്കെ പൊന്മണി. രണ്ടുപേരും മുടി നോക്കിക്കേ. നീട്ടം കൂടുതൽ നിനക്ക് ആവശ്യം. ഇങ്ങനെ പിടിക്കും.